ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ അതായത് മിനിസ്റ്റർ ഓഫ് ഡിഫൻസിന് കീഴിലുള്ള BEMLൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാം, ഇനി എക്സ്പീരിയൻസ് ആയുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസി ഉണ്ട്. നമ്മുടെ കേരളത്തിലും നിശ്ചിതമായുള്ള വേക്കൻസികൾ ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, ഇതിൻ്റെ എലിജിബിലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റായിട്ടും രേഖപ്പെടുത്താം. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങളുടെ സ്ക്രീനിൽ കാണാം. ഇവിടെ കാണാം നിങ്ങൾക്ക് BEML ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ കാണാം. ഇത് വന്നിരിക്കുന്നത് 30/7/2025 അപ്പോൾ ഇതിലേക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അത് ഫിക്സ്ഡ് ടേം ആണ്, കോൺട്രാക്ട് ബേസിലായിട്ടുള്ള വേക്കൻസിയാണ്, വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ് ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകണം. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആദ്യം തന്നെ ഇതിൻ്റെ പോസ്റ്റ് വൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇവിടുത്തെ നമുക്ക് ആദ്യത്തെ വേക്കൻസി നമ്മുടെ പാലക്കാടുള്ള വേക്കൻസിയാണ് കേട്ടോ. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും വേക്കൻസീസ് അറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് പാലക്കാട്, കേരള. അപ്പം നമ്മുടെ പാലക്കാടാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അതല്ലാതെ മറ്റു സ്ഥലങ്ങളുള്ളതുണ്ട് കേട്ടോ. എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കലാണ് ഡിസിപ്ലിൻ വരുന്നത്. ഇതിൻ്റെ പോസ്റ്റ് കോഡ് നോക്കി വെക്കണം. നിങ്ങൾക്കിവിടെ കാണാം 001 എന്നുള്ള രീതിയിലാണ് പോസ്റ്റ് കോഡ് വരുന്നത്. 38 വേക്കൻസീസാണ് ടോട്ടൽ ഇതിൽ വന്നിരിക്കുന്നത്. നമുക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കലിൽ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ 60% മാർക്കോട് BE or BTech കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്, എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ. അതിൽ നിങ്ങൾക്ക് മെക്കാനിക്കലിലോ അല്ലെങ്കിൽ പ്രൊഡക്ഷനിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, അതല്ലെങ്കിൽ മെക്കട്രോണിക്സിലോ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് 60% മാർക്കോട് BE or BTech പാസ്സാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി SC/ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 55% മതി കേട്ടോ. അതിവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയുള്ള SC/ST അതുപോലെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5% റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 60-ന്ന് 5 കുറച്ചാൽ 55% മതി കേട്ടോ അവർക്ക്. ബാക്കിയുള്ളവർക്ക് 60% മിനിമം മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ 1 to 2 ഇയർ എക്സ്പീരിയൻസ് മിനിമമുള്ള അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് ആയുള്ള കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ നിങ്ങൾക്ക് ഏരിയ ഓഫ് പോസ്റ്റിംഗ് ഒക്കെ ആണ്, അതായത് പ്രൊഡക്ഷനിലേക്കും അതിൻ്റെ മറ്റു പ്രൊഡക്ഷൻ കൺട്രോൾ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള വെഹിക്കിൾ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, സെയിൽസ്, മാർക്കറ്റിംഗ്, ഇവിടെ എവിടെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഏജ് ലിമിറ്റ് 29 കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വാക്ക് ഇൻ സെലക്ഷൻ്റെ ഡേറ്റിൽ കണക്കാക്കിയിട്ട് 29 കഴിയാൻ പാടില്ല. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിലും OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിലും PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിലും നിയമാനുസൃതമുള്ള ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. SC/ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3, PWD ആണെങ്കിൽ 10 വർഷം വരെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളുണ്ടായിരിക്കും. ഇനി അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കലാണ്. ഇതിൻ്റെ പോസ്റ്റ് കാണാൻ നിങ്ങൾക്ക് W002 ആണ് വരുന്നത്. ഇവിടെ കാണാം 6 വേക്കൻസി ആണുള്ളത്. ഇതിലേക്ക് നിങ്ങൾക്ക് 60% മാർക്കോട് BE or BTech പറഞ്ഞിരിക്കുന്ന ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലോ അതല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിലോ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ BE or BTech 60% മാർക്കോട് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ വരിക. ഓക്കെ, ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് ആയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് വേക്കൻസി ആയിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് പാലക്കാട് തന്നെയാണ്. നിങ്ങൾക്കിവിടെ കാണാം അതിൽ ഇത് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ കേട്ടോ, ഡിസിപ്ലിൻ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. മെറ്റലർജിയാണ് ജൂനിയർ എക്സിക്യൂട്ടീവ്, 3 വേക്കൻസിയാണ്. ഇതിലേക്ക് 60% മാർക്കോട് BE or BTech ഈ പറയുന്ന മെറ്റലർജിയിലോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മെറ്റലർജി അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പറഞ്ഞ ഏതെങ്കിലും ഡിസിപ്ലിനിൽ BE or BTech 60% മാർക്കോട് പാസ്സായിരിക്കാം. ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം, 1 to 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് R&D അതുപോലെ ക്വാളിറ്റിയിലേക്കാണ് പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക. 29 ഏജ് ലിമിറ്റ് വരും കേട്ടോ. പിന്നെ അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് IT ആണ്. ഇതിൻ്റെ പോസ്റ്റ് കോഡ് ഇവിടെ കാണാം നിങ്ങൾക്ക്. ഒരു വേക്കൻസിയാണ് അതിലുള്ളത്. 60% മാർക്കോട് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ BE or BTech പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ഇതിലേക്ക് 29 ഇതിലേക്കും ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിൽ 1 to 2 ഇയർ മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഇതിൽ വേണം കേട്ടോ. നമുക്ക് ഈ പറയുന്ന ജൂനിയർ എക്സിക്യൂട്ടീവ് IT-യിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് വേണം എന്നുള്ളതാണ്. ഫ്രഷേഴ്സിന് പറ്റില്ല കേട്ടോ. പക്ഷേ ബാക്കി ഇതുവരെ പറഞ്ഞ ബാക്കി പോസ്റ്റിലേക്കൊക്കെ എന്ത് ചെയ്യാം, ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് ആയുള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും വേക്കൻസി സെറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് കോലാർ ഗോൾഡ് ഫീൽഡ്, അതായത് KGF കർണാടക, അവിടെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ പോസ്റ്റ് കോഡ് ആണ് W005 ആണ്. 23 വേക്കൻസി ഇവിടെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് മെക്കാനിക്കൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കട്രോണിക്സ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക്
60% മാർക്കോടുകൂടി ബി ഓർ ബി ടെക് ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, അതുപോലെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ജൂനിയർ എക്സിക്യൂട്ടീവ് മെറ്റലർജിയിൽ W006 ആണ്, 2 വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മെറ്റലർജി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മെറ്റലർജി, മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പറഞ്ഞ ഏതെങ്കിലും ഡിസിപ്ലിനിൽ 60% മാർക്കോടുകൂടി ബി ഓർ ബി ടെക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് ഉള്ള വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാം. 29 ഇതിൻ്റെ ഏജ് ലിമിറ്റൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ പെർസെൻറ്റേജിൽ SC/ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 5% റിലാക്സേഷൻ ഉണ്ടാവും കേട്ടോ. അവിടെ 60% മാർക്ക് വേണമെന്നുള്ളത് അവർക്ക് 55% മാർക്ക് മതി. ഇനി വേക്കൻസീസ് അറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് മൈസൂർ കർണാടക. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ മെക്കാനിക്കൽ പറഞ്ഞതാണല്ലോ മുകളിൽ, അതേ സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ്. 13 വേക്കൻസിയാണ്. ബി ഓർ ബി ടെക് 60% മാർക്കോടുകൂടി ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ. ഇപ്പോൾ നമ്മൾ മെക്കാനിക്കൽ പറഞ്ഞില്ലേ, അത് സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ 60% മാർക്ക് ബി ഓർ ബി ടെക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. 1 to 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 29 ഇതിൻ്റെയും ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ അടുത്തത് വേക്കൻസീസ് അറ്റ് BEML മാർക്കറ്റിംഗ് ഓഫീസേഴ്സ് ആണ്. അതായത് ബാംഗ്ലൂരു, ഡൽഹി, പൂനെ, ഹൈദരാബാദ് ഒക്കെയാണ് വേക്കൻസി. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ ഇതിൻ്റെ പോസ്റ്റ് കോഡ് കാണാം, W009 ഇവിടെ കാണാം. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് വിവിധ പൊസിഷൻ, അതായത് ജോബ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം നിങ്ങൾക്ക്. അതായത് ബാംഗ്ലൂരിലുണ്ട്, ബാംഗ്ലൂരിൽ അതിൻ്റെ കോഡ് W00A എന്ന് വരും. ഡൽഹി ആണെങ്കിൽ W009B എന്ന് വരും. പൂനെ ആണെങ്കിൽ W009C വരും. ഇത് നമ്മൾ എന്തിനാ പോസ്റ്റ് കോഡ് നോക്കുന്നത് വെച്ചാൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആ പോസ്റ്റ് കോഡ് അറിയണം, എന്നാലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പമാകുള്ളൂ. പിന്നെ ഹൈദരാബാദ് W009D വരും കേട്ടോ. അപ്പോൾ ഇതിലെ വേക്കൻസീസ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഓരോന്നിൻ്റെയും. ഇതിലേക്ക് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന മെക്കാനിക്കൽ ആണല്ലോ ഇവിടെ ഡിസിപ്ലിൻ. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ മെക്കാനിക്കലോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, മെക്കട്രോണിക്സ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ ബി ഓർ ബി ടെക് 60% മാർക്കോട് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം കേട്ടോ. എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. 29 ഏജ് ലിമിറ്റ് വരുന്നത്. ഇനി അടുത്ത ജൂനിയർ എക്സിക്യൂട്ടീവിൽ ഇലക്ട്രിക്കലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇതിൽ നിങ്ങൾക്ക് പൊസിഷൻ വ്യത്യാസമുണ്ട്. അതായത് നിങ്ങൾക്കിവിടെ കാണാം ബാംഗ്ലൂർ ഒരു വേക്കൻസി, ഡൽഹി ഒരു വേക്കൻസി. ഇതിൻ്റെ പോസ്റ്റ് കോഡ് നോക്കണേ. പിന്നെ പൂനെ ഒരു വേക്കൻസി, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ടത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന അതത് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് 60% മാർക്കോടുകൂടി ബി ഓർ ബി ടെക് പാസ്സാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം. 29 ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏജ് ലിമിറ്റൊക്കെ കണക്കാക്കുന്നത് നമ്മുടെ വാക്ക് ഇൻ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റിലേക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം വാക്ക് ഇൻ ഇൻ്റർവ്യൂ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് 11/8/2025 മൺഡേ ആണ്. റിപ്പോർട്ടിംഗ് ടൈം 8 AM അവർ റിപ്പോർട്ട് ചെയ്യണം. വെന്യൂ കാര്യങ്ങളൊക്കെ പറയാം. ഇനി എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 12/8/2025 ട്യൂസ്ഡേ ആണ്. അവർ റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം 8 AM ആണ് കേട്ടോ. രാവിലെ മോർണിംഗ് 8 മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ജോബ് കോഡ് കാണാം, അതുപോലെ തന്നെ പോസ്റ്റിംഗ് അറ്റ് കാറ്റഗറി കാണാം, ഡേറ്റ് ഓഫ് ഇൻ്റർവ്യൂ കാണാം, വെന്യൂ കാണാം, വാക്ക് ഇൻ ഇൻ്റർവ്യൂവിൻ്റെ എല്ലാം ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജൂനിയർ എക്സിക്യൂട്ടീവിൽ നിങ്ങൾക്ക് കാണാം മെക്കാനിക്കൽ, അവിടെ പോസ്റ്റ് കോഡ് കാണാം W001, ഇലക്ട്രിക്കൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 002, ദെൻ മെറ്റലർജി നിങ്ങൾക്ക് ഇവിടെ കാണാം 003, ദെൻ ഇൻഫർമേഷൻ അതാണ് വരുന്നത് W004. ഓക്കെ, അപ്പോൾ ഇത് പാലക്കാട് കോംപ്ലക്സിലാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഫ്രഷേഴ്സിനുള്ള ടൈം 11/8/2025. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അതത് പോസ്റ്റൽ കോഡിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഡേറ്റും ടൈമുമാണ്. ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഡേറ്റ് 11/8/2025 നിങ്ങൾ വെന്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. BML പാലക്കാട് എന്ന് പറഞ്ഞിട്ട് കോംപ്ലക്സ് കിൻഫ്ര എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ നിങ്ങൾക്ക് പിൻകോഡ് സഹിതം. ഇവിടെയാണ് നമ്മൾ എത്തിച്ചേരേണ്ട ഡേറ്റ് 11/8/2025 രാവിലെ 8 മണിക്ക് നമ്മളവിടെ എത്തിച്ചേരണം, റിപ്പോർട്ട് ചെയ്യണം. ഇനി ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ 12/8 സെയിം വെന്യൂ തന്നെയാണ്. എനിക്ക് റിപ്പോർട്ടിംഗ് ടൈമും സെയിം ആണ്, 8 മണിക്ക് തന്നെയാണ്. 12/8 എന്നുള്ളതാണ് കേട്ടോ. 12/8/2025 ഇത് പാലക്കാട് ഈ പറയുന്ന അതത് പോസ്റ്റ് ആണെങ്കിൽ. ഇനി പോസ്റ്റ് കോഡ് മാറുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് വെന്യൂ മാറുന്നുണ്ട്. ഓക്കെ, ഫ്രഷർ ആണെങ്കിൽ 11/8, ദെൻ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ 12/8. ഓക്കെ, അപ്പോൾ KGF ആണെങ്കിൽ അത് മാറും. അതിൻ്റെ വെന്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, HNP യൂണിറ്റ് BML KGF കോംപ്ലക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോളർ ഗോൾഡ് ഫീൽഡ് പിൻകോഡ് സഹിതം. ഇനി നിങ്ങൾക്ക് മൈസൂർ കോംപ്ലക്സിലാണെങ്കിൽ അത് അഡ്രസ്സ് വ്യത്യാസമുണ്ട്. BML മൈസൂർ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം, മൈസൂർ പിൻകോഡ് സഹിതം കാണാം. ഇതും ഈ പറഞ്ഞ പോലെ ഫ്രഷർ ആണെങ്കിൽ 11/8 നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 12/8. ഇപ്പോൾ ഇവിടെ പോസ്റ്റ് കോഡ് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഏത് പോസ്റ്റിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ആ ഇൻ്റർവ്യൂവിന് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ. അതിൻ്റെ കാര്യം പറഞ്ഞുതരാം. പിന്നെ ഈ ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ അത് മാർക്കറ്റിങ്ങിലും മറ്റു കാറ്റഗറിയിലുണ്ടല്ലോ. അപ്പോൾ അതിൽ ഇവിടെ അതിൻ്റെ പോസ്റ്റ് കോഡ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രഷർ 11/8 അത് ഈ പറയുന്ന BML മൈസൂർ കോംപ്ലക്സിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ ഇലക്ട്രിക്കൽ ആണെങ്കിൽ മാർക്കറ്റിംഗ് ഇവിടെ കാണാൻ നിങ്ങൾക്ക് പോസ്റ്റ് കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പോസ്റ്റ് കോഡാണെങ്കിൽ നിങ്ങൾക്ക് 12/8 എക്സ്പീരിയൻസ്ഡ് കേട്ടോ. അപ്പോൾ
അങ്ങനെയാണ് നിങ്ങൾ ഈ പറയുന്ന അതത് ഡേറ്റിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വാക്ക് ഇൻ ഇൻ്റർവ്യൂവിന് പോകണം. ഓക്കെ. ഇനി ഇതിലേക്ക് ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഒന്നിലധികം പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് നെയിമും പോസ്റ്റ് കോഡും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് അറിയണം. ഇപ്പോൾ മെറ്റലർജി പാലക്കാടാണെങ്കിൽ അതിൻ്റെ പോസ്റ്റ് കോഡ് ഇതാണ്, W003 ആണ് വരിക. അപ്പോൾ അത് നമ്മൾ അറിയണം. അപ്പോൾ അത് അറിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കാം. W003 ആണെങ്കിൽ നമ്മൾ എന്നാണ് വാക്ക് ഇൻ സെലക്ഷന് പോകേണ്ടത്, ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ആക്കട്ടെ. എന്നാണ് വാക്ക് ഇൻ സെലക്ഷന് പോകേണ്ടത് നിങ്ങൾക്ക് കാണാം. W003 പാലക്കാടാണെങ്കിൽ ഇവിടെ ഫ്രഷർ ആണെങ്കിൽ 11/8, ഈ എക്സ്പീരിയൻസ് ആയുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 12/8 പോകേണ്ടത്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് നോക്കേണ്ടത്. അതിനാണ് ഈ ടാബിൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഇനി ഇതിൻ്റെ കാറ്റഗറി വൈസ് പൊസിഷൻ SCക്ക് 14, STക്ക് 7, OBCക്ക് 25, EWSന് 9, ജനറലിന് 41, അങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇത് ഫിക്സഡ് ആയിട്ടുള്ള കോൺട്രാക്ട് ബേസിലുള്ള പൊസിഷൻ ആയതുകൊണ്ട് തന്നെ ഇനീഷ്യലി 1 ഇയറിലേക്കാണ് ഇതിലേക്ക് നിങ്ങളെ പോസ്റ്റ് ചെയ്യുന്നത്. ഒരു വർഷത്തേക്കാണ് നിയമിക്കുന്നത്. വീണ്ടും നിങ്ങളുടെ പെർഫോമൻസിനും ഇതിനൊക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഒരു 3 വർഷം പാട് എക്സ്റ്റെൻഡ് ചെയ്യും. അത് നിങ്ങളുടെ പെർഫോമൻസിനും കമ്പനിയുടെ ആവശ്യത്തിനനുസരിച്ചായിരിക്കും. അപ്പം ആദ്യത്തെ ഇയറിൽ നിങ്ങൾക്ക് മന്ത്ലി 35,000 രൂപ പെർ മന്ത് ലഭിക്കും. രണ്ടാമത്തെ ഇയറിൽ 37,500 പെർ മന്ത്. മൂന്നാമത്തെ ഇയറിൽ 40,000 പെർ മന്ത്. നാലാമത്തെ ഇയറിൽ മന്ത്ലി 43,000 പെർ മന്ത് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് SC/ST ആണെങ്കിൽ 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. OBC ആണെങ്കിൽ 3 വർഷം ഏജ് റിലാക്സേഷൻ കിട്ടും. PWD ആണെങ്കിൽ 10 വർഷം ഏജ് റിലാക്സേഷൻ കിട്ടും. ഇനി SC/ST, OBC, EWS കാൻഡിഡേറ്റ്സ് ഒക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവർ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് തയ്യാറാക്കി കാറ്റഗറി സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ഏതാണോ കാറ്റഗറി അതിനനുസരിച്ചുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. OBC ആണെങ്കിൽ OBC NCL സർട്ടിഫിക്കറ്റും വേണം. അത് നമ്മൾ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് തയ്യാറാക്കിയത്. അതുകൂടാതെ ഒരു OBC സെൽഫ് അണ്ടർടേക്കിംഗ് സർട്ടിഫിക്കറ്റും പാടെ നമ്മൾ ഫില്ല് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ നമ്മൾ ഈ പറയുന്ന വാക്ക് ഇൻ സെലക്ഷന് പോകുന്ന സമയത്ത് നമ്മളെ കയ്യിലുണ്ടാകണം കേട്ടോ. അത് നമ്മൾ തന്നെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സൈൻ ചെയ്യാണ് വേണ്ടത്. അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് കിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോ ഏതെങ്കിലുമൊക്കെ ഇടാൻ ഞാൻ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ. ഇനി ഹൗ ടു അപ്ലൈ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ലായിരിക്കുന്നു. OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 2 സർട്ടിഫിക്കറ്റാണ് കൊണ്ടുപോകേണ്ടത്. അതായത് ഒന്ന് OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നമുക്ക് താലൂക്ക് നിശ്ചയിച്ച് തരുന്ന സെൻട്രൽ പർപ്പസിന് വേണ്ടി തയ്യാറാക്കി കിട്ടുന്ന താലൂക്ക് നിശ്ചയിച്ച് തരുന്ന സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. ഓക്കെ. അത് നമുക്ക് ഈ പറയുന്ന നമ്മൾ OBC നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സാണ് തെളിയിക്കുന്ന ഗവൺമെൻറ് തരുന്ന സർട്ടിഫിക്കറ്റാണ്. രണ്ടാമത്തത് നമ്മളൊരു ഡിക്ലറേഷൻ കൊടുക്കുകയാണ്. അതായത് നമ്മൾ ക്രിമിലിയർ വിഭാഗത്തിൽപ്പെട്ടതല്ല, നമ്മൾ നോൺ ക്രിമിലിയർ വിഭാഗത്തിലാണ് എന്നുള്ളതിൻ്റെ രീതിയിൽ നമ്മൾ ഡിക്ലറേഷൻ കൊടുത്ത് നമ്മൾ സൈൻ ചെയ്യുക. അതാണ് രണ്ടാമത്തത്. അപ്പോൾ രണ്ടാമത്തതിൻ്റെ ഫോർമാറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മൾ തന്നെ പ്രിൻ്റ് എടുത്ത് നമ്മളത് ഫില്ല് ചെയ്ത് നമ്മൾ തന്നെ സൈൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് നമ്മളൊരു ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റും പാടെ നമ്മൾ ഇതിൻ്റെ കൂടെ OBC NCLൻ്റെ കൂടെ നമ്മൾ വെക്കണം എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ട് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. ഒരു പോസ്റ്റിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 9 ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ. 9 ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് വാക്ക് ഇൻ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് വെച്ചാൽ നമുക്ക് സെൽഫ് അറ്റസ്റ്റഡ് ആയുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സ് വേണം. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിൽ വേണം കേട്ടോ. അപ്പോൾ ഒറിജിനലിൻ്റെ കൂടെ അതിൻ്റെ എല്ലാം ഒരു കോപ്പി സെൽഫ് അറ്റസ്റ്റഡ് ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിൽ കരുതണം. എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ BEMLൻ്റെ അപ്ലിക്കേഷൻ ഫോമാണ്. അപ്പോൾ നമ്മൾ BEML ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കാണിക്കാം. ഞാൻ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് കാണിക്കാം. അപ്പോൾ അത് നമ്മൾ പ്രിൻ്റ് എടുക്കണം. ഫൈനലി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പ്രിൻ്റ് എടുക്കണം. ആ പ്രിൻ്റ് നമ്മളെ കയ്യിൽ വേണം. പിന്നെ നമ്മൾ ഐഡൻറ്റിറ്റി കാർഡ്, ഈ പറഞ്ഞ ആധാറോ അല്ലെങ്കിൽ വോട്ടർ ID ഏതെങ്കിലുമൊക്കെ നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ഇതിലേതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടായിരിക്കണം. ഇനി SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ +2 പഠിച്ചാൽ +2 സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. BA BTech ആണെങ്കിൽ ഇപ്പോൾ ഡിപ്ലോമ ലാറ്ററൽ എൻട്രി ആണെങ്കിൽ അതിനനുസരിച്ചിട്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് കാസ്റ്റ് കാറ്റഗറി അതുപോലെ PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ്, വാലിഡ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇനി BA BTech മാർക്ക് ഷീറ്റ്, എല്ലാ സെമസ്റ്ററിൻ്റെയും മാർക്ക് ഷീറ്റ് വേണം. അതുപോലെ തന്നെ BA BTech നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പ്രൊഫഷണൽ ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വെക്കാം. അത് നിർബന്ധമായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണം. പിന്നെ CGPA കൺവേർഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ, അതായത് നമുക്കിപ്പോൾ പെർസെൻറ്റേജ് ആയിട്ടല്ല നമ്മുടെ സർട്ടിഫിക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്, CGPA ആയിട്ടാണെങ്കിൽ അത് CGPA എങ്ങനെ പെർസെൻറ്റേജ് ആക്കും എന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെ മതി. ഇനി അങ്ങനെ പ്രത്യേകിച്ച് മെൻഷൻ ഇല്ലെങ്കിൽ അതിനെ നമ്മൾ 60% നമുക്ക് വേണമല്ലോ, ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനിൽ പറയുന്നതാണല്ലോ. അപ്പോൾ അത് നമുക്ക് ഇത്ര പെർസെൻറ്റേജ് എന്ത് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് വാലിഡ് അല്ല സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. ഓക്കെ. അപ്പോൾ CGPA ആയിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ CGPA നിങ്ങൾക്ക് എന്താണ്, അത് നമുക്ക് പെർസെൻറ്റേജ് ആക്കി മാറ്റണം. ഇപ്പോൾ നിങ്ങൾക്ക് CGPA ഒരു 6.8
7.8 ഇങ്ങനെയുള്ള നമ്പറൊക്കെ ഉണ്ടാകുക 10ൻ്റെ താഴെ. അപ്പോൾ അത് നമുക്ക് പെർസെൻറ്റേജ് ആക്കി മാറ്റാൻ നമ്മുടെ സർട്ടിഫിക്കറ്റ് കൺസോളിഡേറ്റഡ് സർട്ടിഫിക്കറ്റ് എടുക്കുക. കൺസോളിഡേറ്റഡ് സർട്ടിഫിക്കറ്റിൽ അതിൻ്റെ ഒരു എന്താണ് ഫോർമുല ഉണ്ടാകും. ആ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്താൽ പെർസെൻറ്റേജ് ആയി കിട്ടും. ഓക്കെ, അതൊരു 10ൻ്റെ താഴെയുള്ള നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുക. അത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു പെർസെൻറ്റേജ് നമുക്ക് കറക്റ്റ് കിട്ടും. ഇനി അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിച്ച സ്ഥാപനത്തിൽ ചോദിച്ച് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കി അത് നമ്മൾ സർട്ടിഫൈ ചെയ്ത് വാങ്ങണം. ഓക്കെ, ഒഫീഷ്യലി നമുക്ക് ഇങ്ങനെ ഒരു ഫോർമാറ്റ് ഉണ്ട് എന്ന് നമ്മൾ സർട്ടിഫൈ ചെയ്ത് വാങ്ങണം. ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ ഇത് യൂണിവേഴ്സിറ്റി അയച്ചാൽ അതിന് അപ്രോച്ച് ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുസരിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ അത് CGP ആണെങ്കിൽ ഇന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ എന്താണ് ഇപ്പം പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. CGPAൻ്റെ എന്താണ് അതിൻ്റെ ഒരു ഫോർമുല കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് വേറെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല, അതന്നെ ഉപയോഗിക്കാം കേട്ടോ. ഇനി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, പിന്നെ ഡീറ്റെയിൽഡ് റെസ്യൂമേ വേണം. നമ്മളൊരു ലേറ്റസ്റ്റ് റെസ്യൂമേ ഉണ്ടാക്കുക, കംപ്ലീറ്റ് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് അത് നമ്മുടെ കയ്യിൽ വേണം. 3 പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് നമ്മുടെ കയ്യിൽ വേണം കേട്ടോ. 30/7/2025 ഈ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നോട്ടിഫിക്കേഷനിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. കാണാം BEML ജൂനിയർ എക്സിക്യൂട്ടീവ് വോഗൻ ഇൻ്റർവ്യൂ, അതായത് 2025 96 പോസ്റ്റ് എന്നുകൊണ്ട് കാണാം. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഇവിടെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒക്കെ ചെക്ക് ചെയ്യാം കേട്ടോ ഓരോന്നും. ഓക്കെ, താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇവിടെ കാണാം നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കാണിച്ച നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ജസ്റ്റ് നമ്മൾ ഓപ്പൺ ആക്കാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ജസ്റ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പേജ് ലോഡായി വരും. ഓക്കെ, ഇതേപോലെ പേജ് ലോഡായി വരും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും BEML എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം വേക്കൻസി നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അഡ്വർടൈസ്മെൻറ്റ് നോക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് W നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഇതാണ് പോസ്റ്റുകൾ വരിക. അപ്പോൾ ഇത് വേണമെങ്കിൽ വ്യൂ നോക്കിയാൽ അഡ്വർടൈസ്മെൻറ്റ് ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ റൈറ്റ് സൈഡിലൂടെ കാണാം നിങ്ങൾക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ. ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് അവിടെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വന്നതാണെങ്കിൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിതാ ഈ ഒരു പേജിലേക്ക് വരും. ഓക്കെ, ഈ ഒരു പേജിൽ നമ്മൾ ഇവിടെ ആദ്യം നോക്കുന്നത് നമ്മൾ ഏതാണ് ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ കാണാം KP/S/16/2025. അതാണ് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് നമ്മളിപ്പോൾ അവിടെ കാണിച്ച അഡ്വർടൈസ്മെൻറ്റ്. ഓക്കെ, ഈ ഒരു അഡ്വർടൈസ് നമ്പർ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് അഡ്വർടൈസ് നമ്പർ KP/16/2025. ഇതാണ് അഡ്വർടൈസ് നമ്പർ. ഈ ഒരു അഡ്വർടൈസ് നമ്പർ എന്ത് ചെയ്യണം, നമ്മളിവിടെ ഇതൊരു ഡ്രോപ്പ് ഡൗൺ മെനു ആണ്. ജസ്റ്റ് ഒന്ന് ഞാൻ സൂമാക്കി കാണിക്കാം, സൂമിനാക്കി കാണിക്കാം. ജസ്റ്റ് ഇവിടെ കാണാം നിങ്ങൾക്ക്. ഓക്കെ, ഇതിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ 16/2025 എന്നുള്ളത് സെലക്ട് ചെയ്യാം. ദെൻ അതിനുശേഷം നമുക്കിവിടെ പോസ്റ്റ് വരും. ഏത് പോസ്റ്റാണ്? ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ ടെക്നോളജി പാലക്കാടാണോ, മെക്കാനിക്കലാണോ, ഇലക്ട്രിക്കൽ പാലക്കാടാണോ? ഞാനിപ്പോൾ ഇലക്ട്രിക്കൽ പാലക്കാട് എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ, ഫ്രഷർ ആണോ എന്ന് ചോദിക്കും. ഫ്രഷർ ആണെങ്കിൽ ഫ്രഷർ എന്ന് കൊടുക്കുക, എക്സ്പീരിയൻസ് കൊടുക്കുക. ഞാനിവിടെ ഫ്രഷർ എന്ന് കൊടുക്കുന്നു. പിന്നെ നിങ്ങളുടെ പേര്, പിന്നെ നിങ്ങളുടെ കാറ്റഗറി മെയിൽ, അതായത് ഈ പറയുന്ന EWS OBC അങ്ങനെയുള്ള ഏതാ കാറ്റഗറി, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, മെയിൽ ID, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ, പാസ്വേഡൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്ത് അങ്ങനെ നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം എന്ന് പറയും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്തിട്ട് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രിൻ്റ് എടുക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നിശ്ചിതമായിട്ടുള്ള ഡേറ്റുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് അവിടെ പോവുക. അഡ്രസ്സിൽ വെന്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ വെന്യൂവിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വാക്കിൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് വ്യക്തമായിട്ട് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തില്ല. ഓക്കെ, അത് അവിടെ ലിസ്റ്റ് ചെയ്തു എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം. ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അത്രയും ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ആ വാക്കിൻ സെലക്ഷന് പോയി കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് ഇതിലേക്ക് നമ്മളെ സെലക്ട് ചെയ്യുന്നത്, ജസ്റ്റ് വാക്കിൻ ഇൻ്റർവ്യൂ ആണ്. മേ ബി അത് നമ്മൾ ചിലപ്പോൾ അവിടെ ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഒരു 2 ദിവസമൊക്കെ താമസിക്കുന്ന രീതിയിൽ എന്ന് പറയുക. മേ ബി ചിലപ്പം ആ ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും നടന്നോളുന്നില്ല. ചിലപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ നമ്മൾ വരുമ്പോൾ. പിന്നെ നമുക്ക് പിന്നെ വീട്ടിൽ പോയിട്ട് വരാനുള്ള സാഹചര്യമൊക്കെ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനലിൽ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഓക്കെ, നമ്മുടെ ചാനലിൽ റീസെൻ്റായി ചെയ്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. താങ്ക് യു.